सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। अन्तर्यस्य बहिर्विधूततिमिरं ज्योतिर्मयं शाश्वतं स्थानं प्राप्य विराजते विनमता अज्ञानमुन्मूलयन्। पश्यन् विश्वमवीदमुल्लसति यो विश्वस्य पारे परः तस्मै श्रीरमणाय लोकगुरवे शोकस्य हन्त्रे नमः। तस्मै श्रीरमणाय लोकगुरवे शोकस्य हन्त्रे नमः। कर्तुराज्ञया प्राप्यते फलं कर्म किं परं कर्म तज्जडं। कृतिमहोदधौ पदनकारणं फलमशाश्वतं गतिनिरोधकम्। ईश्वरार्पितं नेच्छया कृतं चित्तशोधकं मुक्तिसाधकं। कायवाङ्मनः कार्यमुत्तमं पूजनं जपश्चिन्तनं क्रमात्। जगत ईषधी युक्तसेवनम् अष्टमूर्तिभृत् देवपूजनम्। उत्तमस्तवादुच्चमन्ततः चित्तजं जपं ध्यानमुत्तमम्। आज्यधारया स्रोतसा समं सरलचिन्तनं विरलतः परम्। भेदभावनात् सोऽहमित्यसौ भावनाभिधा पावनीमता। भावशून्यसत् भावसुस्थितिः भावनाबलात् भक्तिरुत्तमा। हृस्थले मन स्वस्थता क्रिया भक्तियोगबोधश्च निश्चितं। वायुरोधनात् लीयते मनः जालपक्षिवत् रोधसाधनं। चित्तवायवश्चित्क्रियायुत शाखयोर्द्वयी शक्तिमूलक। लयविनाशने उभयरोधने लयगदं पुनर्भवति नो मृतं। प्राणबन्धनात् लीनमानसम् एकचिन्तनात् नाशमेत्यतः। नष्टमानसोत्कृष्टयोगिनः कृत्यमस्ति किं स्वस्तितिं यतः। नष्टमानसोत्कृष्टयोगिनः कृत्यमस्ति किं സ്വസ്തിതിം യതഃ. നമ്മളെന്താ ഇതുവരെ കണ്ട് ഉപദേശ കാണുക,
ഇനി പതുക്കെ ഇങ്ങനെ ബൂം ബൂം എന്നെല്ലാം പറഞ്ഞ് ചിലപ്പോൾ ഇതുവഴിയൊക്കെ പോവും. ഓക്കെ. കാര്യം നമ്മൾ ഭക്തിയോഗം കർമ്മയോഗമൊക്കെ കണ്ടു, അഷ്ടാംഗയോഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു. ഓക്കെ. അപ്പം നമ്മുടെ എല്ലാ പാതകളുടെയും ലക്ഷ്യം എന്താണ് എന്ന് കണ്ടു. അപ്പം ഓരോന്നും ഓരോ രീതിയിലാണ്. ലക്ഷ്യം എന്താ? ലക്ഷ്യം ആ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അത് ഓരോ പാതയിൽ ഓരോ രീതി പറയുന്നുള്ളൂ. ചിലയിടത്ത് പറയും ഈശ്വര സാക്ഷാത്കാരം നേടി എന്ന് പറയും, വേറൊരിടത്ത് ലിബറേറ്റഡ് ആയി, മോക്ഷം കിട്ടി, മുക്തി കിട്ടി എന്നൊക്കെ പറയും, വേറൊരു സ്ഥലത്ത് നിർവ്വാണം ലഭിച്ചു എന്ന് പറയും. സംഭവം എന്താണ്? സമാധാനത്തോടുകൂടി സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ അഷ്ടാംഗ യോഗത്തിൽ പ്രാണനെ നിയന്ത്രിക്കുന്ന പറ്റി പറഞ്ഞു തുടങ്ങി. കാര്യം മനസ്സാണ് വിഷയം. ഓക്കെ. അപ്പോൾ പക്ഷികളെ വലയിലാക്കുന്നത് പോലെ കൊല്ലാതെ നമ്മൾ പ്രാണനെ അടക്കാൻ പറ്റും എന്നുള്ളത് കണ്ടു തുടങ്ങി. പിന്നെ പ്രാണനും മനസ്സും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി പറഞ്ഞു. എന്താ ബന്ധം? രണ്ടും മൂലശക്തിയായിട്ടുള്ള മായയുടെ ശാഖകളാണ്. അപ്പോൾ ഒരു ജില്ലയെ പിടിച്ച് വലിച്ചാൽ മറ്റേത് വളയുന്നത് പോലെ നമുക്ക് പ്രാണനെ പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പം. അതാണ് കാര്യം. അത് ഗ്രോസ് ആണ്, കുറച്ചും കൂടെ സ്ഥൂലമായതുകൊണ്ട് മനസ്സിനെ പിടിക്കാൻ പ്രാണനെ പിടിച്ചാൽ മതി എന്നുള്ളത് കണ്ടു. പിന്നെയോ മനസ്സിനെ വേരോടെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നത് ഓർത്തോണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ മൂലശക്തിയായിട്ടുള്ള മായയെ ഇല്ലാതാക്കിയാൽ മാത്രമേ മനസ്സ് നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനിയോ രണ്ട് തരത്തിലുള്ള കൺട്രോളിങ്ങിനെ പറ്റി പറഞ്ഞു. ഒന്ന് മനോനാശവും മനോലയത്തിനെ പറ്റി. മനോനാശം പ്രാണായാമം കൊണ്ട് കിട്ടുന്നതാണ്. മനോലയം മനോലയം പ്രാണായാമം കൊണ്ട് കിട്ടുന്നതാണ്. അത് പക്ഷെ തിരിച്ചു വരും, ലയിച്ച മനസ്സ് തിരിച്ചു വരും. മനോനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തിരിച്ചു വരില്ല. അത് ആ ഏക ചിന്തനയോടുകൂടി, ആ ഏകത്തിനെ ചിന്തിക്കുന്നതോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കണ്ടു. ഇനിയോ മനോനാശം സംഭവിക്കുമ്പോൾ എന്താ അവിടെ യഥാർത്ഥത്തിൽ നടക്കുക? നമ്മുടെ ശോഭന അധ്യാസം, അതായിരുന്നു ആ വാക്യം ഇന്നലെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ശോഭന അധ്യാസം. ഞാൻ ഇവിടെയുള്ള ഈ ലോകത്തിൽ കാണുന്ന, ജഗത്തിൽ കാണുന്ന പല കാര്യങ്ങളിലും ഞാൻ ശോഭന അധ്യാസം നടത്തുന്നതാണ്. നല്ലതിനെ ഞാൻ അവിടെ ആരോപിക്കും. എനിക്ക് ഇത് നല്ലത് തരുന്നത് ഇതാണ്, അതേപോലെ തന്നെ എനിക്ക് മോശം തരുന്നത് ഇതാണെന്ന് ഞാൻ ആരോപിക്കുകയാണ്. അതൊന്നിനും ഒരു സ്വന്തമായിട്ട് സെൻഷ്യൻസി ഇല്ല, നമ്മളാണിത് കൽപ്പിക്കുന്നത് എന്ന് മറന്നുപോകും. ഈ ഒരു ആസ്പെക്ട് ഓഫ് മനസ്സ് ഇല്ലാതെയാകും എന്ന് കണ്ടു. രാഗദ്വേഷങ്ങളെ നൽകുന്ന ആ മനസ്സിന്റെ ആസ്പെക്റ്റിനെ ഇല്ലാതെയാക്കും. എങ്ങനെ മനോനാശം സാധ്യമാകും? ആ ഏക ചിന്തയിൽ കൂടെ സാധ്യമാകുമെന്ന് കണ്ടു. അങ്ങനെയുള്ള യോഗിയുടെ പ്രത്യേക അവസ്ഥയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓക്കെ. എന്താണ് ആ യോഗിയുടെ പ്രത്യേക അവസ്ഥ? മനോനാശം സംഭവിച്ച ആളാണ് ആ യോഗി. ഒന്നാമത്തെ കാര്യം. അപ്പൊ അയാൾ എങ്ങനെ ഇവിടെ പെരുമാറുക? എല്ലാവരും ഒരേപോലെ കാണും. അതാണ് എൻ്റെ കാര്യം. രണ്ട്, പുള്ളിക്ക് കർമ്മം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ഇല്ല എന്നതിനൊരു 4-5 പോയിന്റുകൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണത്? ഒന്ന്, അദ്ദേഹം തൃപ്തനാണ്. അവനവനിൽ തന്നെ തൃപ്തനായിട്ടുള്ള ഒരാൾക്ക് ഭഗവത്ഗീതയിൽ പറയും ആത്മതുഷ്ടി, ആത്മതൃപ്തി, ആത്മരതി. അതായത് അവനവനിൽ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്ന ഒരാൾക്ക് വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ഈ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തൃപ്തരല്ല എന്നുള്ളതാണ്. സന്തോഷമുണ്ടോ? ഉണ്ട്, പക്ഷെ പോരാ എന്നുള്ള ലൈനാണ് നമ്മൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരിടത്ത് അടങ്ങിയിരിക്കാതെ ഇങ്ങനെ. ഇനിയോ പുള്ളി തൃപ്തനാണ്. ഇതില്ലെങ്കിലോ വേറൊന്ന്, ആ അനർഘ പരമ്പര അദ്ദേഹത്തിനില്ല. അതായത് അവിദ്യ, കാമ, കർമ്മം എന്ന് പറയുന്ന ആ ഒരു മായിക വല ഇല്ല. നമ്മൾ ഓരോരുത്തരും ഈ അനർഘ പരമ്പരയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് അറിവില്ലായ്മയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കാൻ നമ്മൾ കർമ്മം ചെയ്യും. ഏത് കർമ്മമാണെങ്കിലും ഈവൻ നമ്മൾ ശരിയായിട്ടുള്ള ഉദാഹരണം അല്ലെങ്കിൽ കൂടെ ആത്മഹത്യ ചെയ്യും. ആലോചിക്കൂ, നമ്മൾ ആത്മഹത്യ എന്നാണ് പറയുന്നത്, പക്ഷെ സത്യത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഇല്ലാതാക്കുകയാണ്. കാര്യം എന്നാ? ഇപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. മനസ്സിലായില്ലേ? അത് നല്ലൊരു കാര്യമല്ലാന്ന്. അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പോലും ഈ പറഞ്ഞ നമുക്ക് തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. തൃപ്തി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് കൊണ്ടാണ്. ഈ പ്രശ്നം തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓടുക. എങ്ങനെ ഓടുക? ചില ആൾക്കാർ നാട് വിട്ടു പോകും, പക്ഷെ അതും പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഒരു ശരീരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നല്ല കാര്യമല്ല. മനസ്സിലായല്ലേ? ഓക്കെ. ഇവിടെ നല്ല കാര്യം അല്ല എന്നല്ലേ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. അത് ചെയ്യാൻ പാടില്ല എന്ന്. ഞാനതാ പറഞ്ഞു, എനിക്ക് തോന്നിയത് ആ സാധനം വരുമെന്ന്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല, അതാണ്. പക്ഷെ ആൾക്കാർ ഇല്ല, മോക്ഷം കിട്ടത്തില്ല.
അവരലയും, അതാണ് അത് പറയും. അത് ഇതിന്റെ നേരിട്ടുള്ള വിഷയമല്ല, ഞാൻ എന്തിനാ വെറുതെ ആത്മഹത്യ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇതാണ് പോയിന്റ്. അല്ല കറക്റ്റ് ആണ്, പോയിന്റ് കറക്റ്റ് ആണ്. ഞാൻ തമാശയാക്കിങ്ങി കൂടെ നമ്മള് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യം ചെയ്യുക. ഓക്കെ, ഈവൻ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ ആ സമയം അവരെന്താ ചെയ്യുന്നത്? ഒരു ഇമ്മീഡിയറ്റ് സുഖമാണ് അവർ നോക്കുന്നത്. എന്താ സുഖം? ഇപ്പൊ ഈ ലോകം അവർക്ക് പ്രശ്നം തരുന്നു, ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെങ്കിലും പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും വളരെ തെറ്റായിട്ടുള്ളൊരു മാർഗം ചെയ്യുകയാണ്. അത് ഒരു കാരണവശാലും നമ്മുടെ ശാസ്ത്രവും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാന്ന് മാത്രമല്ല, കാര്യം എന്ന് വെച്ചാൽ അവർ ആഗ്രഹങ്ങൾ വെച്ചോണ്ടാണ് അമ്മ മരിക്കുക. ഇവിടെ ഇത് നല്ലൊരു ചോദ്യമാണ്, നല്ല രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ആത്മാഹൂതി ചെയ്തു. ഓക്കെ, ഈ ആത്മാഹൂതിയും ആത്മഹത്യയും രണ്ടും രണ്ടാം. കാര്യം എന്താ? കാര്യം ഒന്ന്, എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായി കഴിയുന്ന സമയത്ത് ചില ആൾക്കാർ അവരുടെ യോഗ ബലം കൊണ്ട് അവരവരുടെ പ്രാണനെ വെടിയും. നമ്മൾ കേട്ടുകൊണ്ടായിരിക്കില്ലേ, എന്താ ഈ മക്കളൊക്കെ മരിച്ചതിന് ശേഷം വിതുരരുമായിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവൊക്കെ കാട്ടിപ്പോയ കഥ. എന്നിട്ട് എന്താ അവര് ഇങ്ങനെ ആത്മാഹൂതി ചെയ്തു എന്ന് കേൾക്കും. അത് അവര് കാണേണ്ടതൊക്കെ കണ്ടു. ഓക്കെ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെയായി. അവരുടെ ഈ പറഞ്ഞ മനസ്സ് പോയി. ഏത്? രണ്ടാമത്തെ ലെവലിലുള്ള മനസ്സ് പോയതിന് ശേഷം പിന്നെ ഈ ശരീരം കൊണ്ട് അവർക്ക് ഇവിടെ കാര്യമൊന്നും ഇല്ലാതാകുന്ന സമയത്ത് അവരവരുടെ ഇതിനെ ബന്ധിപ്പിച്ചതിന് ശേഷം അവർ ആത്മാഹൂതി ചെയ്യും എന്നാണ്. ആത്മാഹുതിയും ആത്മഹത്യയും രണ്ടും രണ്ടാണ്. കാര്യം ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര്, അതുകൊണ്ടാണ് നമ്മൾ ഒരു നിമിഷം അവരെ അവിടുന്ന് ഒന്ന് പിന്തിരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യത്തില്ല എന്ന് പറയാൻ കാരണം. കാര്യം അവരുടെ ആഗ്രഹങ്ങളുടെ തള്ളിച്ചയോടൊപ്പം തന്നെ എന്താണ്, നിരാശയുടെ തള്ളിച്ചയും, അവർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും ചിലപ്പോൾ പേടിയും അപമാനഭാരവും, അങ്ങനെ പല 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 കാര്യങ്ങൾ. അതായത് ഈ ലോകവുമായിട്ട് കണക്റ്റഡ് ആകുന്നതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് വെളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുക. ഈ ശരീരത്തിനെ അവസാനിപ്പിക്കുക ഒരു ഇമ്മീഡിയറ്റ് സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അത് നമ്മൾ ഈ പറയുന്ന മോക്ഷത്തിന്റെ പാതയിലേക്കോ ഊർധ്വഗതിയിലേക്കോ പോലും പോകില്ല എന്നാണ്. ഊർധ്വഗതിയിൽ അത് പാപമാണ് എന്നാണ്. നമ്മൾ സ്വയമായിട്ട് പീഡിപ്പിക്കുന്ന തന്നെ പാപമാണ് എന്നാണ്. പക്ഷെ ഈ മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയതായിട്ടുള്ള ഈ ഒരു ശരീരത്തിനെ നമ്മൾ ഈ രീതിയിൽ നശിപ്പിക്കുന്നത് പാപമാണ്. ആത്മഹത്യ നമ്മുടെ ലോകത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു അതായത് ആത്മഹത്യ ചെയ്ത പിന്നെ അയാൾ തിരിച്ചു വരുന്നില്ല. നമ്മുടെ രീതിയിൽ നോക്കുന്നത് ഇതിൻ്റെ ഒരു വേറെ സാധനമുണ്ട്. അതായത് ചില ആൾക്കാർ ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യും? മലയാളികളല്ല എല്ലാവരും വെള്ളടിക്കും, മദ്യപിക്കും. എന്താ? കുറച്ചു നേരമെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നൊന്ന് മാറി നിൽക്കും എന്നുള്ളത്. അത് ഈ പറഞ്ഞ കണക്ക് മനോലയം കണക്കത്ത ഒരു കാര്യമാണ്. ആത്മഹത്യ, മനോനാശം. ഇനി എന്നെ കണക്ട് ചെയ്യരുത്, ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞെന്നുള്ളൂ. അതായത് പോയിന്റ് ഇതാണ്, ആത്മഹത്യ എന്ന് പറയുന്നത് പോലും നമ്മൾ അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ലോകത്തിൽ നിന്ന് വരുന്ന പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുക. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഒരു മഹാത്മാവ് അയാൾ കണ്ണടച്ചിരുന്നിട്ട് സമാധിയായി എന്നെല്ലാം പറയുന്ന സമയത്ത് അയാൾക്ക് ഇപ്പോൾ ഡോക്ടറിൻ്റെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ പതുക്കെ അവരുടെ ആഹാരം കുറച്ച് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. ഓക്കെ, അതിനുശേഷം അവരെന്ത് ചെയ്യും? അവർ എല്ലും തോലുമായി, അതായത് നേരത്തെ 3 നേരം കഴിച്ചുകൊണ്ടിരുന്നത് 2 നേരം ആകും, പിന്നെ 1 നേരം ആകും, ജലമാകും. ഈ ഒരു സാധന പറ്റണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ അവർ ആ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഓട്ടോമാറ്റിക്കലി ഈ ശരീരം വിടും. ഇതിനെ ആത്മഹത്യ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെയോ അതിനെ വാക്ക് പറയുമ്പോൾ അർത്ഥം പറയുമ്പോൾ ഒന്നെല്ലാം കണക്കിരിക്കും. പക്ഷെ അതെന്താണ്? ആത്മാഹൂതിയാണ് എന്ന് നമുക്ക് പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഏകദേശം ആ സാധനം ക്ലിയർ ആയെന്ന് തോന്നി. പാപമാണത്. ഓക്കെ, എന്ത്? ആത്മഹത്യ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനിയോ ഇവർക്ക് കൃത്യകൃത്യങ്ങളില്ല. ഡ്യൂട്ടി ഇല്ല അവർക്ക്. കാര്യം എന്താ? അവർക്ക് ഐഡന്റിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ സപ്പോസ് ഒരു മഹാത്മാവ് അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ശരീരം വിടുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, എന്ത്, നിങ്ങൾ എന്തിനാ ശരീരം വിട്ടത്? കാര്യം എന്നാ? ആ ദുഃഖമില്ല, അല്ലെങ്കിൽ അവർക്ക് ഡ്യൂട്ടി ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ ആരെങ്കിലും ആണ് ചെയ്യുന്നതെന്ന് വെച്ചോ, നിങ്ങൾ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്തമുണ്ട്, സമൂഹമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ചെയ്താൽ പോലും എന്നല്ല, ഞാൻ ചെയ്യുന്ന വളരെ വലിയ പാപമാണ്. കാര്യം എന്നാ? എനിക്ക് ചിന്മയാമിഷനോട് ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് എന്നോട് എൻ്റെ ഒരു ഉത്തരവാദിത്തം ഇല്ല, നമ്മൾ മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമ്മാതിരി എന്തെങ്കിലും കാര്യം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആത്മഹത്യയായിരിക്കും. മനസ്സിലായില്ലേ? ഇവർക്ക് ഡ്യൂട്ടീസ് ഇല്ല എന്നുള്ളത് ഓർക്കുക. പിന്നെന്താണ്? ശാസ്ത്രം തന്നെ ഇവർക്ക് വിധിയും നിഷേധവും ഇല്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്.
ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ വിധി നിഷേധങ്ങൾക്ക് അതീതരാണ്. ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും മഹാത്മാക്കള് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനെതിരായിട്ട് ചിലപ്പോൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇല്ല, ആ സമയത്ത് നമ്മൾ മഹാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള മഹാത്മാവാണ്, മഹാത്മാവിന്റെ പാത പിടിക്കണം എന്നാണ് കാര്യം. ഇവർ ശാസ്ത്രത്തിനെ റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഞാൻ രമണ മഹർഷിയുടെ കഥ പറഞ്ഞ സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, ഉപനിഷത്തും കണ്ട. അപ്പോൾ ആരോ ചോദിച്ചു എന്തിനാ ഭഗവാൻ ഇത് നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്നെ പറ്റി എന്താ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്നാണ് നോക്കുക. ഇവര് മഹാത്മാവ് ഉദാഹരണം പറഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്രം, ഞാൻ പറഞ്ഞ ആധ്യാത്മിക ശാസ്ത്രമല്ല, നമുക്ക് സ്മൃതികളും ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ വെളിയിലേക്ക്, അതായത് സമുദ്രം ക്രോസ് ചെയ്യരുതെന്ന് കണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ഒരു കാലത്ത്. വിവേകാനന്ദ സ്വാമിജി അത് റീഡിഫൈൻ ചെയ്ത ആളാണ്, മനസ്സിലായാല്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിവേകാനന്ദ സ്വാമിജിയെ കണക്ക് ഒരാള് സമുദ്രം ക്രോസ് ചെയ്ത് പോയിട്ട് ഇവിടെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് പാപമില്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ നിന്നു എന്നാണ്. അത് ആരായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. കാര്യം അവരൊക്കെ മുക്തരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഉയർന്ന ആൾക്കാരാണ്. അവരൊക്കെ അങ്ങനത്തേതായിട്ടുള്ള ചടങ്ങുകളുടെ കാര്യമില്ല. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ട്. ഗുരുദേവൻ ഇപ്പം എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുദേവൻ മ്ലേച്ഛ ഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ്. അതായത് ശാസ്ത്രത്തിന്, ഉപനിഷത്തിനെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. അത് അന്നത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സഹിക്കാനേ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവര് ഇത് കംപ്ലൈന്റുമായിട്ട് ആറൊക്കെ പോയി, ഇദ്ദേഹത്തിന്റെ പെരിയോറൊക്കെ പോയി, അതായത് ചന്ദ്രശേഖര സരസ്വതി സ്വാമികളുണ്ട് കാഞ്ചിയിലെ, ജയേന്ദ്ര സരസ്വതി സ്വാമികൾക്ക് മുമ്പിലുള്ള ആള്, അദ്ദേഹത്തിൻ്റെ ഒക്കെ പോയി എന്നാണ്. അതായത് ഇങ്ങനെ ഒരു സ്വാമി, അന്ന് ചിന്മയാനന്ദ സ്വാമിക്ക് എന്ത് വയസ്സ് കാണും, ഈ പറഞ്ഞ കണക്ക് 35 വയസ്സ് 40 വയസ്സ് കാണും. ആ സമയത്താണ് സ്വാമിജി ഇവിടെ ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇവർ ചന്ദ്രശേഖര സരസ്വതി സ്വാമികളുടെ ചെന്ന സമയത്ത് അവർ സ്വാമിജി പറഞ്ഞു എന്നാണ്, നിങ്ങൾ കാണൂ സരസ്വതി അവന്റെ നാവിൽ നൃത്തം ചെയ്യുന്നത് പോയി കേൾക്കാൻ. ആ സമയത്ത് ഇവർ ഈ പറഞ്ഞ ശാസ്ത്രത്തിനെ മഹാത്മാവ് റീഡിഫൈൻ ചെയ്യാണ്. ആ സമയത്ത് മഹാത്മാവ് ശാസ്ത്രത്തിന് റീഡിഫൈൻ ചെയ്യാണ്. എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ വേറെ ഭാഷയിൽ സംസാരിക്കരുതെന്നൊന്നും. പക്ഷെ ചിലയിടത്തുണ്ടെന്താ, നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് യജ്ഞം ചെയ്യാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ യജ്ഞം കഴിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്പൂരിമാരൊക്കെ ആ സമയത്ത് സംസ്കൃതമേ സംസാരിക്കുള്ളൂ. കേട്ടിട്ടുണ്ടോ കഥയൊക്കെ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. അതായത് യജ്ഞം ചെയ്യുന്ന സമയത്ത്, ഗീതാജ്ഞാനയജ്ഞമാണ്, ഏത് യജ്ഞം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഭാഷ ചെയ്യാതെ ദേവഭാഷ സംസാരിക്കണം എന്നാണ്. ഓക്കെ, അപ്പം ഇവര് സംസാരിക്കുന്ന എന്താ, സംസ്കൃതമേ സംസാരിക്കുള്ളൂ. അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്തും സംസ്കൃതമേ സംസാരിക്കുള്ളൂ. കാര്യം എന്നാ, അത് യജ്ഞമാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റേ തോലകവി എന്ന് പറഞ്ഞ, കേട്ടിട്ടില്ല ഇത്? തോലകവിയുടെ വളരെ രസകരമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ഇല്ല. അതായത് അദ്ദേഹം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പത്തായത്തില് അവരുടെ വീട്ടിലെ അവരെന്നാ ചക്കി എന്ന് പറയുന്ന ജോലിക്കാരി എന്താണ്ട് കട്ട് എടുക്കാൻ പോയി. സംസ്കൃതത്തിൽ പറഞ്ഞാലേ അമ്മയുടെ ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ, കഴിച്ചുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് പറഞ്ഞു വന്നു, പനശി ദശായാം പാശി എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. പനശി എന്ന് പറഞ്ഞാൽ പനശം ചക്ക, പനശി, ഇങ്ങനെ ശരിക്കും സംസ്കൃതം അറിയില്ലായിരുന്നു. കാരണം പനശം ചക്ക, പനശി ചക്കി, ദശായം എന്ന് പറഞ്ഞാൽ, ദശം എന്ന് പറഞ്ഞാൽ 10, ദശായം എന്ന് പറഞ്ഞാൽ 10,000, പാശി, പാശം എന്ന് പറഞ്ഞാൽ കയറ്, പാശി എന്ന് പറഞ്ഞാൽ കയറി. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായിട്ട്, കാര്യം അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ത്, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസ്കൃതമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാര്യം എന്നാ, അത് യജ്ഞമാണ് ആഹാരം കഴിക്കുക. അപ്പൊ അത് കണക്കത്തെ റൂളൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്താണ് ഗീതാജ്ഞാന യജ്ഞം തന്നെ, ഉപനിഷത്ത് യജ്ഞം തന്നെ ചിന്മയാനന്ദ സ്വാമിജി ഇംഗ്ലീഷിൽ നടത്തിയിരുന്നു. അതിനെ മഹാത്മാവായിട്ടുള്ള ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾ വാലിഡേറ്റ് ചെയ്തു. അപ്പം ശാസ്ത്രം പോലും പറഞ്ഞിട്ടുണ്ട് എന്ത്, കോ വിധി കോ നിഷേധ. വേറൊന്ന് കർമ്മം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് എന്ത് പ്യൂരിഫിക്കേഷന്? എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ പാപങ്ങളും എല്ലാ പുണ്യങ്ങളുടെയും അപ്പുറം പോയിട്ടുള്ള ഇവർക്ക് എന്ത് പ്യൂരിഫിക്കേഷനാണ് വേണ്ടത്? ഒന്നുമില്ല. ഓക്കെ, ശരി. ശരി, എന്നിട്ട് നമ്മൾ കണ്ടു യോഗിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അനക്കൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോഴാണ് എന്താ, ഈ യോഗി സംസാരിക്കുന്നത് പോലെയും ക്ലാസ് എടുക്കുന്നത് പോലെയും അതല്ലെങ്കിൽ ഓടി നടന്ന് പണിയെടുക്കുന്നത് പോലെയൊക്കെ ചെയ്യുക. പക്ഷെ സൂര്യനെ പോലെ എല്ലാ കാലത്തും ഇദ്ദേഹം നമുക്ക് വെളിച്ചമായി ഇവിടെ നിൽക്കുകയായിരിക്കും. അതിന് മാറ്റമില്ല.
നമ്മളാണ് അത് മാറുന്നത് കണക്ക് തെറ്റിദ്ധരിക്കുന്നത്. എങ്ങനെയാണോ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് വരുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, അതേപോലെ മഹാത്മാക്കള് ഈ മനോനാശം ലഭിച്ച യോഗി ഈ ലോകത്തിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം എന്നൊരു ഉദാഹരണ സഹിതം പറഞ്ഞു. ഇനി എന്താണ് ഈ വിഷൻ ഓഫ് റിയാലിറ്റി? നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ കൂടെ കയറി വരിക, അവിടെയും എന്താണ് ആ സത്യത്തിന്റെ ദർശനം എന്നുള്ളത് നമ്മൾ കാണണം. 16-ാമത്തെ ശ്ലോകം. എന്താ 16-ാമത്തെ ശ്ലോകം? ഞാൻ 16-ാമത്തെ ശ്ലോകം വരെ ഇട്ട് തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ 17 കൂടെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. നോക്കാം. ദൃശ്യവാരിതം ചിത്തമാത്മനഃ ദൃശ്യവാരിതം ചിത്തമാത്മനഃ ചിത്വദർശനം തത്വദർശനം ചിത്വദർശനം തത്വദർശനം ദൃശ്യവാരിതം ചിത്തമാത്മനഃ ചിത്വദർശനം തത്വദർശനം. എന്താണ് ചിത്വദർശനമാണ് തത്വദർശനം? എന്താണ് നമുക്ക് കാണാം. വിഷയവസ്തുക്കളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സ് സ്വയം ആ സത്യബോധമായി കാണും. എന്താണ് നമുക്ക് കാണാം? ഇത് ടെക്നിക്കലി വിശദീകരിക്കേണ്ട ഒരു പോയിന്റാണ്. വിഷയവസ്തുക്കളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ മനസ്സ് ആ ഒബ്ജക്റ്റുകളിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത്, ആ ഒബ്ജക്റ്റ് ഇല്ലാത്തൊരു മനസ്സുണ്ടാകുന്ന സമയത്ത് എന്താണ് അത് ആ സത്യബോധമായിട്ട് തന്നെ നമ്മൾ കാണും. ആ മനസ്സ് പിൻവാങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് ലോകത്തിലെ ഒബ്ജക്റ്റുകളിൽ നിന്ന് മാറുന്ന സമയത്ത് പിന്നെ അവിടെ മിച്ചം നിൽക്കുന്ന എന്താണ്? അവിടെ നിൽക്കുന്നത് ആ സത്യം മാത്രമാണ്. ഇതിനെ അറിയുന്നതാണ് എന്ത്? തത്വദർശനം. ഇത് തന്നെയാണ് ആ തത്വദർശനം. അല്ലെങ്കിൽ നമ്മൾ തത്വബോധം, ആത്മബോധം എന്നെല്ലാം പറയുന്നത്. ഇവിടെ ദർശനം എന്ന് പറഞ്ഞുള്ളൂ. എന്താണത്? ദൃശ്യവാരിതം. ദൃശ്യവാരിതം ചിത്തം, അതായത് ദൃശ്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ മനസ്സ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഒബ്ജക്ട്സ് എന്തൊക്കെയാണോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിക്കുന്നതായിട്ടുള്ള ഒബ്ജക്റ്റ്, അതാണ് ഒബ്ജക്റ്റ്. നമ്മളതിനെ കാണുമ്പോൾ നമ്മൾ സബ്ജക്റ്റും അത് ഒബ്ജക്റ്റുമാണ്, ഓർത്തോണം. ഈ ചിത്തം ഇത് വസ്തുക്കളിൽ നിന്ന് ഒഴിയുന്ന സമയത്ത്, ഈ മനസ്സ് വസ്തുക്കളിൽ നിന്ന് ഒഴിയുന്ന സമയത്ത്, അതായത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആത്മനഃ ചിത്വദർശനം, അതായത് പിന്നെ അവനവൻ മാത്രമേ അവിടെ ഉള്ളൂ, ആ സെൽഫ് മാത്രമേ. അപ്പം ഇത് വേണമെങ്കിൽ ഒരു ഹിന്റും കൂടാണ്. എങ്ങനെ നമുക്ക് ആ തത്വദർശനത്തിനെ മനസ്സിലാക്കാം വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ആ മനസ്സിനെ പിൻവലിക്കുന്ന സമയത്ത്. പക്ഷെ വെറുതെ പിൻവലിക്കുമ്പോഴത്തേക്കും അത് മനോലയം മാത്രമാകും. അങ്ങനല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് മനോനാശം ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ മിച്ചം അവശേഷിക്കുന്ന എന്താണ്? അവിടെ അവശേഷിക്കുന്നത് ആ ആത്മാവ് മാത്രമാണ്. അയ്യോ, അപ്പം ഇവരുടെ ആ ഓർമ്മയിൽ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അവർക്ക് ഓർമ്മയിൽ കസേരയാണെന്നല്ലേ. അവിടാണ് നമ്മൾ മറ്റേ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് വരുന്നത്. ഇവരെല്ലാം ആ ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് ഇവർക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും, ബോധ്യം ഉണ്ടാവും. നമുക്കത് പറ്റുമോ? പറ്റത്തില്ല. ചില കാര്യങ്ങളോട് നമുക്ക് പറ്റും, ചില കാര്യങ്ങളോട് നമുക്ക് പറ്റും. ഓക്കെ, പക്ഷെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഉദാഹരണം, മറ്റേ ബിസ്ക്കറ്റ്, പല തരത്തിലുള്ള ബിസ്ക്കറ്റ്. ഇതാണ് ഏറ്റവും ഗുരുദേവൻ പറഞ്ഞ ഉദാഹരണം ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. അതാണ് വസ്തുക്കളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സ് സ്വയം ആ ആത്മ തത്വദർശനം നടത്തുന്നു. അതാണ് സത്യത്തിന്റെ ദർശനം. അത് തന്നെയാണ് സത്യത്തിന്റെ ദർശനം എന്ന് മനസ്സിലാക്കണം. തത്വബോധം ഈക്വൽ ടു ആത്മബോധം ഈക്വൽ ടു ചിത്തദർശനം. അതായത് ഞാൻ ആ മുക്തി നേടുന്നത്, അല്ലെങ്കിൽ തത്വത്തിനെ അറിയുന്നത്, ആ തത്വത്തിന്റെ ബോധം ഉദിക്കുന്നത്, ഇത് തന്നെയാണ് ആ ചിത്തദർശനം എന്ന് മനസ്സിലാക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? മൈൻഡ് ഈസ് കോൺഷ്യസ്നെസ് വെൻ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഒബ്ജക്ട്സ്. മനസ്സ് എന്ന് പറയുന്നത് ആ കോൺഷ്യസ്നെസ് തന്നെയാണ്. എപ്പോ? വെൻ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഒബ്ജക്ട്സ്. അതായത് വിഷയവസ്തുക്കളിൽ നിന്ന് ഫ്രീ ആകുന്ന സമയത്ത് മനസ്സ്. ഗുരുദേവൻ വളരെ രസകരമായിട്ട് ചിന്മയാൻ സ്വാമിജി ഇത് പറഞ്ഞു തരും. എന്നുവെച്ചാൽ ഗുരുദേവൻ പറയും, അയൺ കർട്ടന്റെ പിറകിൽ റഷ്യ ഉണ്ട് എന്ന് പറയും. റഷ്യ എവിടെയാണ്? അയൺ കർട്ടനാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഷുഗർ കർട്ടന്റെ, അതായത് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ക്യൂബ ആണെന്ന് തോന്നുന്നു. ഷുഗർ കർട്ടന്റെ പുറകില് ക്യൂബുണ്ട്. എന്നിട്ട് ഗുരുദേവൻ പറയും, മനസ്സാകുന്ന കർട്ടന്റെ പുറകിൽ ആ ഈശ്വരൻ ഉണ്ട്. അപ്പൊ ഈശ്വരനെ
മറയ്ക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാകുന്ന കർട്ടനാണ്. അപ്പോൾ ഏത് മനസ്സാ നമ്മളുണ്ട് രണ്ടാമത്തെ തരത്തിലുള്ള മനസ്സ്. ഏത്? എല്ലാത്തിലും ആ ശോഭന അധ്യാസത്തിനെ കൊടുക്കുന്നത്, ഞാൻ എന്നുള്ള ഭാവം നൽകുന്നതായിട്ടുള്ള ആ മനസ്സിന്റെ കർട്ടൻ കൊണ്ടാണ് ആ ഈശ്വരനെ മറച്ചിരിക്കുക. ഓക്കെ, ആ കർട്ടനെ മാറ്റുമ്പോൾ പിന്നെ അവിടെ ആ ഈശ്വരനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഓർക്കണം. ഇനി നോക്കാവേ എങ്ങനെയാണ്. എന്താണ് മനസ്സ്? എന്താ മനസ്സ്? മനസ്സെന്താ? എന്താ മനസ്സ്? മനസ്സെന്ന് പറയുമ്പോൾ ഉടനെ ചിന്മയാനന്ദ സ്വാമിജിയുടെ ഒരു ഉദാഹരണം ഉണ്ട്. ആ ഉദാഹരണമല്ല, സ്വാമിജിയുടെ ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? മൈൻഡ് ഈസ് ഫ്ലോ ഓഫ് തോട്ട്സ്. ഓക്കെ, ചിന്തകളുടെ പ്രവാഹമാണ് മനസ്സ്. ഓക്കെ, ചിന്തകളുടെ പ്രവാഹം. അപ്പോൾ ഉടനെ ചോദ്യം വരും, എന്താ ചിന്ത? അതൊരു ചിന്താ ജറവല്ല. എന്താ ചിന്ത? അതായത് ഒരു വസ്തുവിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അവയർനെസ് ആണ് ചിന്ത. കൂടെ എന്നാണേ. എന്താ ചിന്ത? ഒരു വസ്തുവിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അവയർനെസ്. എപ്പോഴും ഒരു സമയത്ത് ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ദിവസം നമുക്ക് 60,000-ൽ പരം ചിന്തകൾ വരും എന്നാണ്. കാര്യം അത് ഇങ്ങനെ ഓരോരോ ചിന്തയായിട്ടല്ല, ഇതിന് ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ ബുക്ക് കാണുമ്പോൾ ഇത് ബുക്കാണെന്ന് ഞാൻ അവെയർ ആകുകയാണ് ഇല്ലേ? ആ അറിവാണ് എൻ്റെ ബുക്ക് ചിന്ത, ബുക്ക് തോട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഫോണാണ് എന്ന് ഞാൻ കാണുന്ന സമയത്ത് പ്രകാശം ഇവിടെ അടിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൊണ്ട് റെറ്റിനയിൽ പതിഞ്ഞ് അതെൻ്റെ ബുദ്ധി പോയി എന്നല്ല പറഞ്ഞു. പക്ഷെ ഞാനിത് റിയലൈസ് ചെയ്യണം, ഇത് ഒരു ഫോണാണ് എന്ന് മനസ്സിലാകുന്നത് ഇതൊരു ഫോൺ ചിന്തയാണ്. ഞാനിപ്പോൾ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ നിന്ന് അടുത്തേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ചിന്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ദിവസം ഒരു സാമാന്യ മനുഷ്യന് 60,000-ൽ പരം ചിന്തകളാണെന്ന്. ഈ ചിന്തകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് നമുക്ക് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതൽ എന്നല്ല ആചാര്യന്മാർ പറയും. പോട്ടെ. അപ്പം ഇവിടെ എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ പറ്റിയിട്ടുള്ള അവെയർനെസ് ആണ് ചിന്ത. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ചിന്തകൾ മാറും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അതായത് ഒരു ബുക്ക് ചിന്ത വന്നു, ഉപദേശസാരത്തിന്റെ ബുക്ക് ചിന്ത വന്നു, ചിന്മയ ആരാധന ബുക്ക് ചിന്ത വന്നു, നോട്ട് ബുക്ക് ചിന്ത വന്നു, മൈക്ക് ചിന്ത വന്നു. ഓരോരോ ചിന്തയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തോട്ട്സ് എന്ന് പറയുന്നത് സത്യത്തില് ചിന്ത എന്ന് പറയുന്ന അവെയർനെസ് ആണെന്ന് പറഞ്ഞാൽ ഇതിനെ ആചാര്യന്മാർ രണ്ടായിട്ട് തിരിക്കും. എന്തോ രണ്ടായിട്ട് തിരിക്കുന്നത്? അതായത് ഈ ബുക്ക് ചിന്തയിലും ഈ നോട്ട് ബുക്ക് ചിന്തയിലും ഈ ഫോൺ ചിന്തയിലും ഈ മൈക്ക് ചിന്തയിലും നിങ്ങളെ ഓരോരുത്തരെ കാണുന്ന ചിന്തയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? എന്താ കോമൺ ആയിട്ടുള്ളത്? ഞാൻ പറഞ്ഞു പോയായിരുന്നു. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അവെയർനെസ് ആണ്. എന്തിനെ പറ്റിയുള്ള? വസ്തുക്കളെ പറ്റി. വസ്തുക്കൾ മാറുന്നതിനനുസരിച്ചിട്ട് ചിന്തകൾ മാറുന്നു എന്ന് പറയും. അപ്പൊ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒന്ന് എന്താണ്? അവെയർനെസ്. ഓക്കെ, ഇത് കൃത്യമായല്ലോ. ഓക്കെ, അപ്പം ചിന്തയെ നമുക്കൊരു ഇക്വേഷൻ ആക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം, തോട്ട്സ് ഈസ് ഈക്വൽ ടു അവെയർനെസ് പ്ലസ് ഒബ്ജക്ട്സ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം, അതായത് ഈ വസ്തുക്കൾ കാണപ്പെടുന്നത് നമ്മുടെ ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. ആ ദൃശ്യത്തിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മിച്ചം എന്താ ഉള്ളത്? അവെയർനെസ് ആണ് മിച്ചം. ഇതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ജ്ഞാനയോഗത്തിലേക്ക് അടക്കം ഇത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കോൺഷ്യസ്നെസ് ആണ് വസ്തുക്കളോട് ചേർന്ന് മനസ്സായി നിൽക്കുന്നത്. ഓക്കെ, ഈ വസ്തുക്കളെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയാൽ, ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ പിന്നെന്താണ് അവിടെ മിച്ചം അവശേഷിക്കുക? ആ അവെയർനെസ് തന്നെയാണ്. സത്യത്തിൽ അവെയർനെസ് മാത്രമുണ്ട് എങ്കിൽ അവിടെ മനസ്സില്ല. ആ മനസ്സിലേക്ക് എപ്പോഴാണോ വസ്തുക്കൾ കയറി വരുന്നത് അതിന് പുറകെ ഒന്നായി ചിന്തകളും രൂപപ്പെട്ടു വരും. മനസ്സ് സചേതനമാകുന്നത് എങ്ങനെയാണ്? വസ്തുക്കളുമായിട്ട് ചേരുമ്പോഴാണ്. സെൻഷ്യൻസി കൊടുക്കുന്നത് ആ കോൺഷ്യസ്നെസ് ആസ്പെക്റ്റ് ആണെങ്കിലും വസ്തുക്കള് എന്താണ് ഈ ചിന്തകള് വരുന്നത് എപ്പോഴാണ്? വസ്തുക്കൾ കയറി വരുമ്പോഴാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നാളെയും പറയും, മറ്റന്നാളും പറയും. മറ്റന്നാളില്ല, നാളെ എന്തൊക്കെയാണെന്ന് പറയും. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ
നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവര് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് തമ്മിലുള്ള ബന്ധത്തിനെയാണ് കാണാൻ പോകുന്നത്. ഇവിടെ എന്താ രമണ മഹർഷി പറഞ്ഞു വെച്ചത്? എപ്പോഴാണോ നമ്മൾ ആ ദൃശ്യത്തിൽ നിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് എൻ്റെ മനസ്സിനെ പിൻവലിക്കുന്നത്, പിന്നെ അവിടെ അവശേഷിക്കുന്ന എന്താണ്? ആ കോൺഷ്യസ്നെസ് തന്നെയാണ്. അതാണ് സത്യദർശനം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാദ്യം നമ്മൾ എന്താണ്? ആ ചിന്ത എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഒരു തോട്ട് അല്ലെങ്കിൽ മനസ്സ് എന്താണ്? ഫ്ലോ ഓഫ് തോട്ട്സ് ആണ്. ആ തോട്ട് എന്താണ്? തോട്ട് എന്ന് പറയുന്നത് അവയർനെസ് പ്ലസ് ഒബ്ജക്ട്സ് ആണ്. ഈ ഒബ്ജക്ട്സിനെ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? ഇതിവിടം വരെ ക്ലിക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സ് സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ? ഞാൻ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അതായത് ഉദാഹരണം പറഞ്ഞ ഞാൻ കാണപ്പെടുന്നത് ഒബ്ജക്റ്റും കാണുന്നത് സബ്ജക്റ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനസ്സ് സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ? എപ്പോഴെങ്കിലും മനസ്സ് സബ്ജക്റ്റ് ആകുമോ? ഇതൊക്കെയാണ് ചോദ്യം. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആകുമോ? ആലോചിക്കണേ, ഇത് കഴിഞ്ഞിട്ടും ആലോചിക്കണം. ഓക്കെ, ഞാൻ ഈ ഫോൺ കണ്ടു. ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാ ഒബ്ജക്റ്റ് ഏതാ? ഫോണ് ഒബ്ജക്റ്റ് ഉറപ്പാണ്, അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. പിന്നെ സബ്ജക്റ്റ് ഏതാ ഇതിൻ്റെ അകത്ത്? ഞാൻ ഏതാ? മനസ്സാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെ കുറച്ചും കൂടെ ഒന്ന് രസകരമാക്കി വിദ്യാരണ്യ സ്വാമികള് ദൃദൃശ്യ വിവേകം എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: രൂപം ദൃശ്യം ലോചനം ദൃക് തദ്ദൃശ്യം ദൃക്തുമാനസം ദൃശ്യാധി വൃത്തേ സാക്ഷി ദൃഗേവനത് ദൃക്. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ട്. അതായത് ഒരു രൂപത്തിനെ കണ്ണ് കാണുന്നു. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? കണ്ണാണ്. ഒബ്ജക്റ്റ് ഏതാണ്? ബുക്കാണ്, രൂപമാണ്, സൃജമാണ്. ഇനി ഈ കണ്ണ് എപ്പോഴെങ്കിലും ഒബ്ജക്റ്റ് ആകുമോ? ആകും. എപ്പോ? മനസ്സുകൊണ്ട് ഈ കണ്ണിനെ കാണാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് മനസ്സാരാണ്? മനസ്സ് സബ്ജക്റ്റും കണ്ണ് ഒബ്ജക്റ്റുമാണ്. കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. ഓക്കെ, ഇനി ചില സമയത്ത് ഈ മനസ്സും ഒബ്ജക്റ്റ് ആവും. എങ്ങനാ? ഞാനൊരു നിന്ന് ആലോചിക്കുകയാണ്, ഇന്ന് രാവിലെ എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു? വേറും പ്രശ്നമായിരുന്നു. രാവിലെ എൻ്റെ മനസ്സിൽ ദുഃഖം വന്നു, ദേഷ്യം വന്നു. അങ്ങനെ എനിക്ക് ആ മനസ്സിനെ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ മനസ്സ് എപ്പോഴും ഒബ്ജക്റ്റിഫൈ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, സട്ടിലാണ് എങ്കിൽ കൂടെ എന്താ, എനിക്ക് എൻ്റെ മനസ്സിനെ എനിക്ക് എന്നിൽ നിന്നും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. എനിക്ക് എന്നിൽ നിന്നും വേർതിരിച്ച് എനിക്ക് എൻ്റെ മനസ്സിനെ അറിയാൻ പറ്റുന്നത് കൊണ്ടാണ് എൻ്റെ മനസ്സ് ഇന്ന് രാവിലെ ഇറിറ്റേറ്റഡ് ആയിരുന്നു, ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇന്ന് മനസ്സിൽ അസൂയ വന്നു, ഇന്ന് എൻ്റെ മനസ്സിൽ കരുണ വന്നു. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഇമോഷൻസിനെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താണ്? എനിക്ക് അതുമായിട്ട് ചേർന്നല്ലാതെ മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടോർച്ചിന് സ്വന്തമായിട്ട് ലൈറ്റ് അടിക്കാൻ പറ്റുമോ? അതായത് ഈ ടോർച്ച് കൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങളെ തെളിക്കാൻ പറ്റും. ഇനി പറയാൻ പറ്റില്ല, ഇങ്ങനെ വളഞ്ഞ ടോർച്ച് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല. പക്ഷെ ഒരു ടോർച്ച് കൊണ്ട് അതിനെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഇവർ പറയാ ദൃഗേവനത് ദൃശ്യത. എന്താ? ഒരിക്കലും ആ ദൃക്ക്, യഥാർത്ഥത്തിലുള്ള ദൃക്കിനെ ദൃശ്യമാക്കാൻ പറ്റില്ല, അതിനെ ഒബ്ജക്റ്റ് ആക്കാൻ പറ്റില്ല. ഇവിടെ മനസ്സിനെ നമുക്കെന്താണ്? ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാര്യം പല ആളുകളും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ എൻ്റെ മനസ്സാണ് എന്നാണ് വിചാരിക്കുന്ന ആൾക്കാർ. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളങ്ങനെ. അല്ലാത്ത സമയത്തോ നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സായിട്ടായിരിക്കും. ഞാൻ ആരാ? ബുദ്ധിമാനാണ്, ഞാൻ ഭയങ്കര കരുണയുള്ള ആളാണ് എന്നൊക്കെ പറയാറില്ലേ? അത് നമുക്ക് മാറി എന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ പോയിന്റ് ഇതാണ്. നമ്മൾ ഇതിൽ അനലൈസ് ചെയ്ത് വരുവാണ്. എന്താണ് ഒബ്ജക്റ്റ്, ഏതാണ് സബ്ജക്റ്റ്. അപ്പം നോക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോഴെന്താണ്, ഈ മനസ്സിനെയും നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. മനസ്സിനെ ഇവർ ടെക്നിക്കലി വിളിക്കുക എന്താണെന്നറിയാവോ? മനസ്സെന്ന് പറയുന്നത് അന്ധക്കരണ അവഛിന്ന ചൈതന്യമാണ് എന്നാണ്. എന്തുട്ടാ സാധനം? അതെന്നാണ് പറയാം. അന്ധക്കരണ അവഛിന്ന ചൈതന്യം, അതായത് അന്ധക്കരണങ്ങളാൽ ലിമിറ്റഡ് ചെയ്ത ചൈതന്യം. ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന വസ്തുക്കള്, നാമരൂപ പ്രപഞ്ചം എന്താണ്? അത് നാമരൂപ അവഛിന്ന ചൈതന്യം തന്നെയാണ്. പക്ഷെ അതിനെ എന്താ? ഒരു രൂപം കൊണ്ട് നാമം കൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണില്
സത്തുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഫോൺ ഉള്ളത്. ഓക്കെ. പക്ഷെ ഈ സത്തിനെ എന്താണ് ഇങ്ങനത്തെ ഒരു ചതുരം, അതെ, കറുത്ത നിറം, ഫോൺ എന്നുള്ള പേര് കൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഫോൺ. മനസ്സെന്താണ്? അന്ധക്കരണം കൊണ്ട് ആ ചൈതന്യത്തിനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കും, നാമരൂപങ്ങളെ നോക്കുന്ന സമയത്ത് ആ മനസ്സ് സബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുകയെങ്കിൽ ഒരു തലത്തിൽ എന്താണ്, നമുക്ക് ആ മനസ്സിനെയും ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും. ഇവിടെ രമണ മഹർഷി പറയാണ് ദൃശ്യവാരിതം ചിത്തമാത്മനഃ എന്ന് പറയുന്ന സമയത്ത്, അതായത് വസ്തുക്കളിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ മനസ്സും വസ്തുവാകുന്ന സമയത്ത് ആ മനസ്സിൽ നിന്നും പിൻവാങ്ങുന്ന സമയത്ത് പിന്നെ മിച്ചമുള്ള എന്താണ്? അവയർനെസ് ആണ്. അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള ഒരു എൻക്വയറി നടത്തണം. പറയാൻ ഭയങ്കര എളുപ്പമാണിത് പറയുമ്പോൾ. ചോദിച്ചോളൂ. രൂപം വേണ്ട. രൂപം വേണമെന്ന് എല്ലാത്തിനും ഇല്ല. അല്ല, അത് വിഷയവസ്തുക്കളെ പറഞ്ഞ എന്താണ്? നാമരൂപ അപഛിന്ന ചൈതന്യമാണ്. മനസ്സ് സട്ടിലാണ്. രൂപം വേണമെന്ന് നിർബന്ധമില്ല. അതിന് രൂപമില്ല, ഇവൻ ഗുണം പോലും ഇല്ലല്ലോ. പക്ഷെ അതില്ല. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സാണ് എന്ന് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തിനെയൊക്കെയാണോ എൻ്റെ ഈ മനസ്സ് എന്ന് പറയുന്നതിന് അവർ വീണ്ടും 4 ആയിട്ട് തിരിക്കുമല്ലോ. വേദാന്തം പഠിച്ച ആൾക്കാർക്ക് എന്തൊക്കെയാണ്? മനസ്സ്, ചിത്തം, എന്താണ്, അഹങ്കാരം, ഒരു സാധനങ്ങളുണ്ട്. ബുദ്ധി. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതായത് ഒരേ ഫാക്കൽറ്റിയാണ്. അതിൻ്റെ ഉപയോഗം അനുസരിച്ച് മാറും. അതായത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ, ചഞ്ചലമായിട്ടുള്ളതാണെങ്കിൽ അത് മനസ്സാണ്. ഡിസിസീവ് മോഡിൽ അതേ ഫാക്കൽറ്റി പ്രവർത്തിക്കുമ്പോൾ അതിനെ ബുദ്ധി എന്ന് വിളിക്കും. ഓക്കെ. പഴയ കാര്യങ്ങളെ ഓർത്തെടുക്കുന്ന സമയത്ത് അതിനെ ചിത്തം എന്ന് വിളിക്കും. ഞാൻ 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 എന്നുള്ള ഭാവത്തിലേക്ക് വരുന്ന സമയത്തിനെ അതിനെ അഹങ്കാരം എന്ന് വിളിക്കും. ഇതെല്ലാം ഒന്ന് തന്നെ. അതിനെയാണ് ഈ അന്ധക്കരണം എന്ന് പറയുന്നത്. ഈ അന്ധക്കരണത്തിനെ എനിക്ക് നോക്കിക്കാണാൻ പറ്റും. നോക്കിക്കാണുന്ന എൻ്റെ കണ്ണുകൊണ്ടാണോ? അല്ല, എൻ്റെ മനസ്സുകൊണ്ടും അല്ല. എനിക്കിതറിയാം. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതും ഇല്ലാതാകും എന്നാണ് താല്പര്യം. അതാണ് താല്പര്യം. നമ്മൾ ജ്ഞാനയോഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും രമണ മഹർഷി മനസ്സിനെ എടുത്ത് ദൂരെ കളയും. ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞ് കളയും. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ഇതിനെ നെഗേറ്റ് ചെയ്താൽ പിന്നെ കോൺഷ്യസ്നെസ് മാത്രമായിരിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വീണ്ടും മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് വരില്ല. എന്തിനാ ഇവിടെ മനോലയത്തിനെ പറ്റിയും മനോനാശത്തിനെ പറ്റിയും നേരത്തെ പോയിന്റുകളിൽ പറഞ്ഞത്? ലയത്തിലല്ല കോൺഷ്യസ്നെസ്സിനെ വരിക. അതായത് ആൾക്കാർ അപ്പോൾ വിചാരിക്കും എന്താണ്, ഞാനിങ്ങനെ പ്രാണായാമം ചെയ്ത് എൻ്റെ മനസ്സിനെ അടക്കി കഴിയുമ്പോൾ മനസ്സ് അവിടെ ഇല്ല, അവിടെ ഒബ്ജക്ട്സും ഇല്ലാതിരിക്കുന്ന സമയത്ത് കോൺഷ്യസ്നെസ് എന്താ അങ്ങ് വെളിഞ്ഞ് ഇല്ല. ആ മനോനാശം ഉണ്ടാകുന്ന സമയത്ത് കോൺഷ്യസ്നെസ് തന്നെ പ്രകടമാകും. കോൺഷ്യസ്നെസ്സിന്റെ ഇത് കിട്ടും നമുക്ക്. ഈ പറഞ്ഞ കണക്കൊരു ചെറിയ അതിൻ്റെ ഒരു സാമ്പിൾ ഹൈലൈറ്റ് ഒക്കെ കിട്ടും. എങ്ങനെ? രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മളൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? എങ്ങനെ ഉറങ്ങിയ? സുഖമായിരുന്നോ? സുഖമായിരുന്നു. കാര്യം എന്നാ? മനസ്സ് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് നമ്മളവിടെ സ്വയം സുഖം അനുഭവിക്കും. ഇല്ലേ? ഉറങ്ങാതെ ഉണർന്നിരിക്കുകയാണെങ്കിൽ സുഖം കിട്ടത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സുഖത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് അവിടെ എന്ത് നടന്നു എന്ന് അറിഞ്ഞില്ല എങ്കിലും നമ്മൾ വന്നിട്ട് പറയും എന്താണ്, സുഖമായിരുന്നു. കാര്യം എന്നാ? അവിടെ മനസ്സില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് മിച്ചമായിട്ടുള്ള ആ ഒരു ആനന്ദസ്വരൂപി മാത്രമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ആ സുഖം അവിടെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ശരിക്കും അറിയുന്നില്ല. നേരെ മറിച്ച് ആ മുക്തപുരുഷൻ അല്ലെങ്കിൽ മുക്തപുരുഷനാകുന്ന സമയത്ത് ആ മനോനാശം ഉണ്ടാകുന്ന സമയത്ത് ആ നമ്മുടെ സ്വരൂപം മാത്രമാകുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ആനന്ദത്തിലായിരിക്കും നമ്മൾ നിൽക്കുക. എന്നിട്ടോ രമണ മഹർഷി പറയുന്നത് ഈ മനസ്സിൻ്റെയും സത്യത്തിലേക്ക് പോകുക. മനസ്സിലുകൊണ്ട് നിർത്താതെ അതിൻ്റെ സത്യത്തിലേക്ക് പോകുക. അതായത് ആ സത്യത്തിനെ അറിയുന്നതാണ് തത്വദർശനം. അത് തന്നെയാണ് തത്വദർശനം. അപ്പം ഈ മനസ്സും ഒബ്ജക്റ്റാണ്. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? ഉള്ളത് ആ ചൈതന്യം തന്നെയാണ്, ആ അറിവ് തന്നെയാണ്, സത്ത് തന്നെയാണ്, ആ ചിത്ത് തന്നെയാണ്, അനന്തമാണ്. അതിനെ അറിയുന്നതാണ് ആ തത്വദർശനം. എന്താ നമ്മുടെ തോട്ട് ഫ്ലോ എന്ന് നോക്കാവേ. ഒന്നുകൂടെ ആ തോട്ട് ഫ്ലോ എന്ന് നോക്കിയിട്ട് എന്താണ്? പ്രാണായാമം കൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സാണ് വിഷയം. ഓക്കെ. പ്രാണായാമം കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യണം. പ്രാണനെ കൺട്രോൾ ചെയ്താൽ
മനസ്സിനെയും കൺട്രോൾ ചെയ്യാമെന്ന് കണ്ടു. കാര്യം രണ്ടും ഒരേ വൃക്ഷത്തിന്റെ ശാഖകൾ പോലെയാണ്. എന്നിട്ടോ മനോലയവും മനോനാശവും ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനീ മനോലയത്തിനെ മനോനാശത്തിനെ പറ്റി പറയാ? ഇല്ല, വെറുതെ മനസ്സ് ലയിച്ചത് കൊണ്ട് ഈ പറഞ്ഞതിലേക്ക് എത്തത്തില്ല, അത് വീണ്ടും തിരിച്ചു വരും. പക്ഷെ മനോനാശമാണ് വേണ്ടത്. കാര്യം മനോലയത്തിൽ മനസ്സ് പൂർണ്ണമായിട്ട് നശിക്കില്ല, തിരിച്ചു വരും. മനോനാശത്തിൽ മനസ്സ് തിരിച്ചു വരില്ല. മനോലയത്തിലേക്ക് പോയ മനസ്സിനെ ആ ഏക ഭാവത്തിൽ ചിന്തിച്ച് ധ്യാനിച്ച് ആ സത്യത്തിലേക്ക് എത്തൂ. സത്യത്തില് മനസ്സിനെ തന്നെ ഇല്ലാതെയാക്കുന്നത് ആണ് സത്യദർശനം. മനസ്സിനെ തന്നെ ഇല്ലാതെ ദൃശ്യത്തിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുക. ദൃശ്യത്തിൽ നിന്ന് പിൻവലിച്ചാൽ പിന്നെ ചിന്തയില്ല, ആ സത്യം മാത്രമേ ഉള്ളൂ. ഉടനെ ചോദ്യം വരും, എന്താ ചിന്ത? ചിന്ത എന്ന് പറഞ്ഞാൽ ആ തോട്ട്സ് ഈസ് ഈക്വൽ ടു അവെയർനെസ് പ്ലസ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവെയർനെസ് മാത്രം. ഇതൊക്കെ എന്തിനാ ടെക്നിക്കലി ഇവർ പറഞ്ഞിട്ടിരിക്കുന്നത്? ടെക്നിക്കലി പറയുന്നതല്ല, രമണ മഹർഷി വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, നമ്മളാണ് ഇതിനെ ടെക്നിക്കലാക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ചില സമയത്ത് ഇത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. ചില ആൾക്കാർ പറയും ചില കർമ്മങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിനെ കൂടെ ചിലപ്പോൾ ചെയ്യാതിരിക്കും. അങ്ങനല്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. അതേപോലെ തന്നെ ചില സമയത്ത് ആൾക്കാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം എനിക്കറിയത്തില്ല, ഓരോ ചാനലുകാരൊക്കെ ഓടി നടന്ന് സിദ്ധന്മാരുടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവരങ്ങ് അടിയാണ്, എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു സാധന ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സ് ശാന്തമാകുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും ആ പരമാത്മ തത്വത്തിലെത്തി. നമ്മുടെ ആചാര്യന്മാര് വളരെ കർക്കശക്കാരായിരുന്നു. അവര് ചെറിയ 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 ഡിസ്ട്രാക്ഷനിൽ പോലും വീണു പോകരുത് എന്ന് പറയും. അതായത് സമാധിയുടെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷനായിട്ട് അവർ പറയുന്ന രസാസ്വാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് അറിയാം. അതായത് നിങ്ങളെ പ്രാണായാമം ചെയ്തിട്ടുള്ളവരെല്ലാം ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സുഖം അവർക്കുണ്ടാവും. ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാതെ. പക്ഷെ ഈ സുഖമാണോ നമ്മൾ ഈ പറയുന്ന ആത്മതത്വത്തിന്റെ ആനന്ദ സ്വരൂപത്തിന്റെ സുഖം? അല്ല. കാര്യം എന്നാ, ഇത് ഞാൻ ഉണർന്നു കഴിയുമ്പോൾ എൻ്റെ ആ സുഖം പോവും. പല ആൾക്കാരും എന്നിട്ട് എന്താ, അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും, അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആവും. എന്തിന്? ഈ സുഖത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? കാര്യം അവർ വിചാരിക്കുന്ന അതാണ് ഫൈനൽ എന്നാണ്. ഓക്കെ, എന്നിട്ട് അവർക്കിത് കിട്ടാതാകുന്ന സമയത്ത് പിന്നെ അവർ ഇരിക്കുമ്പോഴത്തേക്കും ആ സുഖത്തിന് തേടിയിരിക്കുന്ന സമയത്ത് അത് വരത്തുമില്ല. ഇത് സംശയങ്ങളായിട്ട് നിങ്ങളുടെ ഗെയിം ചോദിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചില ആൾക്കാർ പറയും, ആ ലൈറ്റ് കത്തി, ഈ ലൈറ്റ് കത്തി, അങ്ങനെ കേട്ടിട്ടില്ലേ? പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ്. യോഗ സാധനയിൽ കൃത്യമായിട്ട് ആചാര്യന്മാര് ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കും, മണിയടിക്കുന്ന സൗണ്ട് കേൾക്കും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഉറക്കണം. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 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 ഒരേ പോയിന്റ് കണക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരേ പോയിന്റ് അല്ല പറയുന്നത്. ഭഗവാൻ രമണ മഹർഷി ആഴത്തിലേക്ക് 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 പോകുന്നുണ്ട്. മനോലയമല്ല വേണ്ടത്. നമ്മൾ ഒരു 90% ആൾക്കാരും സന്തോഷം കിട്ടുന്നത് എവിടെ വെച്ചായിരിക്കും എന്നറിയോ? മനോലയത്തിന്റെ സന്തോഷത്തിലായിരിക്കും. ചിലപ്പോൾ 90 ആയിരിക്കത്തില്ല, 95% ആൾക്കാരും മനോലയത്തിന്റെ. അത് പ്രാണായാമം കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല. കണ്ണടച്ച് നിവർന്നിരുന്ന് ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുന്ന സമയത്ത്, കുറേ നേരം സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹാങ് ഓവർ കാണും അന്നത്തെ ദിവസം. അതും ഒരു മനോലയത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് പിള്ളേർ രണ്ടുപേരും കൂടെ വഴക്കിടുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് പോവും. അപ്പം മനസ്സിലാക്കിക്കോണം, അത് മനോലയമല്ല, മനോനാശം അല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ മനോലയത്തിനെ പറ്റി പറഞ്ഞു, മനോനാശത്തിനെ പറ്റി പറഞ്ഞു, ആ മനോനാശം എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതിനുശേഷം സത്യദർശനം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എങ്ങനെ? ഇതിനെ പിൻവലിക്കുന്ന സമയത്ത്, ഒബ്ജക്റ്റിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്ന സമയത്ത് പിന്നെ അവിടെ അവെയർനെസ് മാത്രമായിരിക്കും. ഓർത്തോളൂ, അത് മനോലയമല്ല. മനോലയത്തിനെ പറ്റിയിട്ടല്ല പറയുക, മനോനാശത്തിനെ പറ്റിയിട്ടാണെന്ന് ഓർത്തോളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കാൻ വേണോ, പോണ്ടർ ചെയ്യാൻ വേണോ, 2-3 പോയിന്റ്സ് ഇത് നമ്മൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും പോണ്ടർ ചെയ്യണം എന്നാണ്. എന്താണ്? ഞാനത് ഗുരുജി എഴുതിയേക്കുന്നത് തന്നെ ഞാനങ്ങ് എഴുതിക്കൊണ്ട് ഒന്ന് വായിക്കാമെന്നാണ്. എന്താ? കോൺഷ്യസ്നസ് വിച്ച് ഈസ് നോട്ട് ക്ലോത്തഡ് ഇൻ ഒബ്ജക്ട്, ശബ്ദ സ്പർശ രൂപ രസഗ്രന്ഥ, സച്ച് എ മൈൻഡ് ഈസ് ദെയർ, ദെൻ ഇറ്റ് ഈസ് കോൺഷ്യസ്നസ് ഓൺലി.
എന്താ സംഭവം എന്നോട് പറഞ്ഞേ. മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കോൺഷ്യസ്നസ് ക്ലോത്ത്ഡ് ഇൻ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അതായത് വസ്തുക്കളാൽ ചേർന്നതായ കോൺഷ്യസ്നെസ്സിനെയാണ് മനസ്സെന്ന് പറയുക. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാൽ അതിൽ നിന്ന് മുക്തമായിട്ടുള്ള മനസ്സ്, അത് കോൺഷ്യസ്നെസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത് മനസ്സെന്ന് തന്നെ വിളിക്കാൻ പാടില്ല, അത് കോൺഷ്യസ്നെസ് തന്നെയാണ് എന്ന് ഓർക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടു നിൽക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ജ്ഞാനയോഗത്തിലേക്കാണ് കടക്കുക. ഇതിനെപ്പറ്റി ഒരു 5 മിനിറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് നിർത്തും. അടുത്ത ശ്ലോകം നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, എന്താണ്? ഇവിടെ ജ്ഞാനയോഗം, സാധാരണ ജ്ഞാനയോഗം എന്താണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ 5 പോയിന്റുകൾ ഏതൊക്കെയാണ്? ചിത്തശുദ്ധി, ചിത്ത ഏകാഗ്രത, പിന്നെ ശ്രവണ മനന നിധിധ്യാസനം. ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ഈ 5 പോയിന്റിൽ കൂടെ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിനെ ഈ 5 പോയിന്റിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും. ഈ ഉപദേശസാരം എന്ന് പറയുന്ന ഒരു കൃതി എടുത്താൽ തന്നെ അതിൽ ആദ്യം കർമ്മയോഗത്തിനെ പറ്റി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ചിത്തശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തിമാർഗത്തിനെ പറ്റിയും ഇവൻ ഒരു പരിധി വരെ ഈ രാജയോഗത്തിനെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിനെ പറ്റി പറയുന്നത് എന്തിനാണ്? അത് ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും കിട്ടിയാൽ മാത്രം പോരാ. അടുത്തതായിട്ട് നമുക്ക് ആ തത്വത്തിനെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ട് എങ്കിൽ എന്താണ് ആ തത്വം എന്താണെന്ന് അറിയണം. ഓക്കെ, അതിനെയാണ് അറിയുന്നതിനാണ് ശ്രവണം എന്ന് പറയുന്നത്. പിന്നെയോ അറിഞ്ഞതിനെ നമ്മൾ ഉറപ്പിക്കണം, അതിനെ മനനം കൊണ്ട് ഉറപ്പിക്കണം. പിന്നെയോ നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനിച്ച് ഉറപ്പിക്കും. അപ്പം ഈ ശ്രവണമന്ന നിധിധ്യാസന ഭാഗത്തിനെയാണ് സാധാരണ ജ്ഞാനമാർഗം എന്ന് പറയുക. ഇത് സാധനയായിട്ട് ചെയ്യുമ്പോൾ ശ്രവണമന്ന നിധിധ്യാസനം ഒരു സാധനയാണ് എങ്കിൽ അവരതിനെ അന്തരംഗ സാധന എന്ന് വിളിക്കും. അന്തരംഗ സാധന. ശ്രവണമന്ന നിധിധ്യാസനവും സാധനയാണ്. ഓക്കെ, എങ്ങനെയാണോ ഉപാസനയോ അല്ലെങ്കിൽ കർമ്മയോഗമൊക്കെ സാധനയാകുന്നത്, അതേപോലെ ശ്രവണ മനന നിധിധ്യാസനവും സാധനയാണ്. ഓക്കെ, പക്ഷെ അതിനെ അന്തരംഗ സാധന എന്ന് വിളിക്കും. കർമ്മയോഗത്തിനെയും മറ്റു ഭക്തിയോഗത്തിൻ്റെ ആ സാധനങ്ങളെയൊക്കെ ബഹിരംഗ സാധന എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ രമണ മഹർഷി ജ്ഞാനയോഗമാണെങ്കിലും വിചാരമാർഗമാണ് പോവുക. ഇവിടെ രമണ മഹർഷി കുറച്ചും കൂടെ സട്ടിലാണ്. എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ വഴിക്കണക്കുകൾ എഴുതുമല്ലോ. നമ്മളെങ്ങനെ വഴിക്കണക്കുകൾ എഴുതുന്നത്? രാജുവും ഗോപുവും കൂടെ എവിടെ പോയി രാജുവിൻ്റെ കയ്യിൽ ഇത്ര ഇതുണ്ടായിരുന്നു, ഗോപുവിൻ്റെ കയ്യിൽ ഇത്ര സംഭവം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ രാജുവും ഗോപുവും കൂട്ടി, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ മൊത്തം ഇവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് വഴി എഴുതാൻ പറയും. അപ്പോൾ ഇത്ര രൂപ രാജുവിൻ്റെ കയ്യിൽ 1000 രൂപ, ഗോപുവിൻ്റെ കയ്യിൽ ഇത്ര രൂപ, രാജുവിൻ്റെയും ഗോപുവിൻ്റെയും കയ്യിൽ ഇത്ര രൂപ പ്ലസ് ഇത്ര രൂപ, ടോട്ടൽ ഇത്ര രൂപ. ഇങ്ങനെയാണ് നമ്മൾ വഴി എഴുതുക. രമണ മഹർഷി ഇങ്ങനത്തെ പരിപാടിയില്ല. ഓക്കെ, രമണ മഹർഷി നേരെ ഒറ്റപ്പിടുത്താണ്. രാജുവിൻ്റെയും ഗോപുവിൻ്റെയും കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരിക്കാം. ഉള്ളവർ ഓക്കെ, ഇവർ രണ്ടുപേരുടെയും കയ്യിലുള്ളത് ഇത്ര എന്ന് പറഞ്ഞ് നേരെയാണ് ഉത്തരം. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അധികാരി വ്യത്യാസം ഉണ്ടായിരിക്കും. ഉത്തമ അധികാരികൾക്ക് രമണ മഹർഷി പറഞ്ഞത് മതിയായിരിക്കും. മതിയായിരിക്കും അതാണ് വേണ്ടത്. ഉത്തമ അധികാരികൾ ചിലപ്പോൾ നമുക്കതിലേക്ക് എത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, രമണ മഹർഷിയുടെ സ്റ്റൈല് ചില സമയത്ത് ഇപ്പം ശങ്കരാചാര്യസ്വാമികളുടെ സ്റ്റൈലിലായിരിക്കണം എന്നില്ല. കാര്യം ഇപ്പം ചിന്മയാമിഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ശങ്കര കൃതികളൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കുക. ഉദയസാരം പഠിക്കും എങ്കിൽ കൂടെയും അതിൽ നിന്ന് സ്റ്റൈലിൻ്റെ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അദ്ദേഹം എങ്ങനെയാണ് ഈ ജ്ഞാനമാർഗത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് കാണാം. വളരെ സിമ്പിളായിട്ടാണ്. കാര്യം എല്ലാവരും പറയില്ലേ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമാണ് ജ്ഞാനമാർഗം എന്ന് പറയും. രമണ മഹർഷി കൂടുതൽ വളവ് തിരിയൊന്നുമില്ല, ഇതാണ് എന്നങ്ങ് ഉത്തരം പറയുക. പക്ഷെ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ മനനം കൃത്യമായിട്ട് ചെയ്യണം, വേറെ ഇരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചില ടെക്നിക്കൽ വശവും നമ്മൾ നോക്കി. ജ്ഞാനയോഗം സിമ്പിളാണോ? ഏറ്റവും സിമ്പിളാണ് നമുക്ക് റിസൾട്ടിനെ കിട്ടാൻ. രമണ മഹർഷിയും 1-2 സ്റ്റെപ്പിലാണ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു തരിക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് മനസ്സിരുത്തി അതിനെ വിശകലനം ചെയ്യണം. അതായത് രമണ മഹർഷി ഈ 17ാമത്തെ ശ്ലോകം പറയുന്നത്
എന്താണ് മനസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, ഓക്കെ, യഥാർത്ഥത്തിൽ അതൊന്നുമില്ല എന്നറിയും. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. ഇതാണ് പുള്ളി പറയുക. എന്താണ് മനസ്സെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് എനിക്ക് അറിയാൻ പറ്റും. സത്യം പറയാം, അങ്ങനെ അറിഞ്ഞ് നമ്മളിവിടെ എന്താ പറഞ്ഞു വെച്ചേക്കുന്നത്, മനസ്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവയർനെസ് മാത്രമാണെന്നാണ്. രമണ മഹർഷി ഇവിടെ ജ്ഞാനയോഗത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്താണ് മനസ്സ് എന്ന് ഞാനൊന്ന് ശരിക്കും നോക്കിയാൽ ആ മനസ്സ് അവിടെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അതെങ്ങനെയാണെന്നല്ല ഉള്ളത് നമ്മൾ നാളെ കാണാം. നാളെ കാണാം. അപ്പോൾ സത്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. എന്നാൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ മനനം ചെയ്ത് പിടിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ശരി. ബാക്കി നമ്മൾ നാളെ കാണും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.